ഒരൊറ്റ ഇരിപ്പിന് ഒരു വലിയ പ്ലേറ്റ് മട്ടൺ ബിരിയാണി കഴിച്ചാൽ ശരീരത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അതെ, മട്ടൺ ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്, പക്ഷേ അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്. ബിരിയാണിയിലെ അരിയാണെങ്കിലോ ഫാസ്റ്റ് ഡൈജസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്. ഇവ രണ്ടും വലിയ അളവിൽ ഒരുമിച്ച് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഉടൻ തന്നെ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, മാസീവ് കലോറി ലോഡ്, ആവശ്യത്തിലധികം കലോറി ശരീരത്തിലേക്ക് പോകും. ഫാസ്റ്റ് ഗ്ലൂക്കോസ് സർജ് രണ്ടാമത്തേത്. അരിയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് രക്തത്തിലേക്ക് കയറും. വയർ ഇതിനെ കാണുന്നത് ഒരു ബിഗ് കാർബ് പ്ലസ് ഫാറ്റ് കോംബോ ആയാണ്. ആദ്യത്തിലെ ദഹനം മന്ദഗതിയിലാകുന്നു. അതേസമയം ഈ പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പാങ്ക്രിയാസ് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരും. മട്ടൺ ബിരിയാണി ഒരു ശത്രുവൊന്നുമല്ല, പക്ഷേ അത് എത്ര വട്ടം കഴിക്കുന്നു, എത്ര വലിയ സൈസിലാണ് കഴിക്കുന്നു എന്നുള്ളത് നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഡയബറ്റീസോ ഫാറ്റി ലിവറോ ഉയർന്ന കൊളസ്ട്രോൾ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കൂറ്റൻ പ്ലേറ്റ് കഴിച്ചൂടാ. അത് പോസ്റ്റ് മീൽ ഗ്ലൂക്കോസ് സ്പൈക്ക്, ഇൻഫ്ലമേഷൻ, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ക്ഷീണവും മടുപ്പും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ബിരിയാണി എങ്ങനെ സ്മാർട്ടായിട്ട് കഴിക്കാം? ചെറിയ അളവിൽ കഴിക്കുക. സൈഡിൽ കുറച്ചധികം പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. 1 കപ്പ് പച്ചക്കറികൾ കൂട്ടുക. കഴിയുമെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പ് ഈറ്റിംഗ് വിൻഡോന്റെ ഏർലി പാർട്ടിൽ ഇങ്ങനെ കഴിച്ചാൽ ശരീരവും സന്തോഷിക്കും, നിങ്ങളും സന്തോഷിക്കും.